ഇങ്ങനെ എടുക്കണം. ബേസൻ മിൽക്ക് പൗഡർ ബർഫി. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 2 കപ്പ് കടലപ്പൊടി, 1 കപ്പ് പാൽപ്പൊടി, 3/4 കപ്പ് ഘീ, 1 കപ്പും 2 ടീസ്പൂണും പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടത്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര അലിയിക്കാൻ വെക്കണം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ള് ഉപ്പും ചേർക്കണം. അതിലേക്ക് പഞ്ചസാര ഇട്ട് അലിയിക്കാൻ വയ്ക്കുക. ഏലക്കാപ്പൊടിയും 1 നുള്ള് ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. പഞ്ചസാര നന്നായി അലിഞ്ഞു ചേർന്നാൽ നമുക്ക് പാത്രം മാറ്റി വയ്ക്കാം. പഞ്ചസാര വെള്ളം തിളച്ചിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു ചേർന്നു. ഇനി നമുക്ക് പാത്രം മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടലപ്പൊടി അതിലേക്കിട്ട് നന്നായി വറുത്തെടുക്കുക. സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും സിമ്മായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കടലപ്പൊടി വറുക്കുന്നത് അതിൻ്റെ പച്ചമണം, പച്ച ടേസ്റ്റ് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഘീ ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ ക്യാമറ ഓണാക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. 1/2 കപ്പ് ഘീ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കടലപ്പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഘീ ചേരണം, മിക്സായി തീരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടി ആ നെയ്യിൽ കിടന്നിട്ട് കടലപ്പൊടി വേവുന്നത് നല്ലതാണ്. തീ ഒരു കാരണവശാലും കൂട്ടി വയ്ക്കരുത്, അത് കരിഞ്ഞു പോവാൻ ഇടയുണ്ട്. നന്നായി മിക്സായി എന്ന് ബോധ്യമായാൽ പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് നെയ്യ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോൾ ഇതൊരുവിധം മിക്സായി. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ച 1/4 കപ്പ് നെയ്യ് അതിലേക്ക് ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവ തമ്മിൽ നന്നായി മിക്സ് ചെയ്യുക. സ്റ്റവ് ഓഫാക്കിയിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരുവിധം മിക്സായി എന്ന് കണ്ടാൽ കൂടുതൽ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അവ തമ്മിലൊന്ന് ബൈൻഡായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് പഞ്ചസാര ലായനി ഇതിലേക്ക് ഒഴിക്കാം. പഞ്ചസാര ലായനിയിൽ ഇവ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇവ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് സൈഡിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്നതായി കണ്ടാൽ നമുക്കത് മാറ്റി ട്രേയിലേക്ക് ഒഴിച്ച് വെക്കാം. നെയ്യ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഇവ നമുക്ക് ഒഴിക്കാം. ഇനി കൂടുതലിട്ടിട്ട് ഇത് മുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. ഇതോടെ നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിത് ചേർത്തപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് ഇത് കുറച്ചൊന്ന് മുറുകിപ്പോയത്. ഇത്ര തന്നെ മുറുക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് പ്രസ് ചെയ്ത് ഷേപ്പാക്കി മുറിച്ചെടുക്കാവുന്നതാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ബദാമോ പിസ്തയോ നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സാണുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ ഇതിന് മേലെ വെച്ച് അലങ്കരിച്ച് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്, ബർഫി. എത്രയും പെട്ടെന്ന്
വേഗത്തിൽ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എൻ്റെ പാചകം കൂടുതൽ മെച്ചപ്പെടുത്താൻ എനിക്ക് കഴിയും. ഇതിലും നല്ല റെസിപ്പിയായി വരുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ താല്പര്യപ്പെടുന്നു.